അസ്സലാമു അലൈക്കും, ഞാൻ സുമി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് കേക്കാണ്. ഹോട്ട് ചോക്ലേറ്റ് കേക്കെന്നോ ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ് എന്നോ എന്ത് വേണേലും നമുക്ക് പറയാം. ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുട്ട വേണ്ട, ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. വെറും ഒരു ഫോർക്ക് കൊണ്ടൊക്കെ നമുക്ക് ബീറ്റ് ചെയ്ത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ പഞ്ചസാര ആയാലും മതി. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ഒറ്റ പണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഒക്കെ ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒരു ബാറ്ററായിട്ട് വരും. ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ ഇതിൽ വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ, കുറച്ച് ചോപ്പ് ചെയ്ത് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. ഈ ബാറ്ററിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാറ്ററിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ലാസ്റ്റ് നമുക്ക് കേക്കിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഞാൻ എന്തായാലും കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ കേക്കിൻ്റെ ടിന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് കേക്ക് ടിന്ന് എടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ കേക്ക് ടിന്ന് വേണമെന്നൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന ചായപാത്രം ആണെങ്കിലും തന്നെ മതിയാവും. അപ്പോൾ അതുപോലൊരു പാത്രത്തിൽ ഈ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആ ടിന്നിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വെറുതെ വെള്ളം ഒട്ടും ഇല്ലാതെ ഒരു പാത്രത്തിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത് കേക്കിൻ്റെ മേലെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത്, ഞാനൊരു 1.5 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളം, നല്ല ചൂടുള്ള വെള്ളമാണ്, വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിലൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ എന്തായാലും 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. പിന്നെ കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ കട്ട എന്തെങ്കിലും, കൊക്കോ പൗഡറിൻ്റെ കട്ട എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ നിങ്ങളൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൻ്റെ മേലെ ഈ ഹോട്ട് ആയിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതേ അടുപ്പ് ഒരു 10-15 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുത്തു. ഒരു 1/2 മണിക്കൂർ നമ്മൾ ബേക്കിംഗ് ടൈം, ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കേക്ക് ഭയങ്കരമായിട്ട് ഇതേ ഇവിടെ ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇത് ഹോട്ടായിട്ട് തന്നെ നമ്മൾ സെർവ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സോസും ഇതിൻ്റെ ഈ കേക്കിൻ്റെ അടിയിലുണ്ട്. അതും കൂടി ചേർത്താണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് വിപ്പിംഗ് ക്രീമോ എന്ത് വേണമെങ്കിലും കൂടെ സെർവ് ചെയ്യാം നമുക്കിതിൻ്റെ കൂടെ. പക്ഷെ ഞാൻ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ, ഇപ്പോൾ എഗ്ഗ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ടേസ്റ്റി റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.